ശ്രീനിവാസൻ സാറും ലാൽ സാറും പ്രിയൻ സാറും അവർ തമ്മിലുള്ളൊരു റാപ്പോ എപ്പോഴും ഉണ്ട്. എല്ലാ സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് എനിക്കറിയാം. ഈ സിനിമയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞില്ല. അറിവുണ്ട്, നന്നായിട്ട് അറിയാം. ഇപ്പം അതല്ലല്ലോ. ശ്രീനിവാസൻ സാറിന്റെ എഴുത്തിൽ ഇനി ഒരു മോഹൻലാൽ സിനിമ ഇല്ലേ? ആദ്യം അവര് തമ്മിലൊന്ന് സംസാരിച്ചായിരുന്നു. ശ്രീനിവാസന്റെ എഴുത്തിൽ മോഹൻലാൽ സിനിമ ചിലപ്പോ വരുമായിരിക്കും. ഇങ്ങനെയൊക്കെ ഞാനെന്നെ അറിയുമല്ലോ. എപ്പോഴെങ്കിലും നിങ്ങൾ അപ്പുമായിട്ട് നിങ്ങളെ ഒരുമിച്ചുള്ള ഒരു ഷൂട്ടിംഗ് സമയത്തൊക്കെ അവര് തമ്മിൽ സംസാരിക്കട്ടെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരം വന്നിട്ടുണ്ടോ? ഞങ്ങള് തമ്മിലുള്ള ഉണ്ട്. അല്ല, അപ്പൂന് അങ്ങനത്തെ പഴയ സിനിമകളും അപ്പു പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല. ഒന്നും അപ്പു മലയാള സിനിമ ഒന്നും അധികം ഇല്ല. അതിനെ കുറിച്ച് അപ്പൂന് യാതൊരു ഐഡിയ പോലും ഇല്ല. അപ്പു ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ജാൻചേട്ടനോട് ജാൻചേട്ടനോട് ഒരു ഇന്റർവ്യൂ എങ്കിലും ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് തോന്നുന്നു. പറഞ്ഞാൽ ഇത്രയും പേര് പറഞ്ഞാൽ ജാൻചേട്ടനോട് ഒരു ഇന്റർവ്യൂ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെന്ന് തോന്നുന്നു. എനിക്ക് ജാൻചേട്ടൻ എന്നൊരു ആക്ടറിനേക്കാൾ ഒരു ഇന്റർവ്യൂ എന്ന ലെവലിലേക്ക് എന്താ പറയുക, ഒരു സ്റ്റാർ എന്ന ലെവലിലോട്ട് ഇന്റർവ്യൂവിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതി എന്നാണോ? അപ്പൊ ജാൻചേട്ടന്റെ വാല്യൂ ഉണ്ടല്ലോ, അത്ര എനിക്കറിയാം. ഇപ്പൊ ഇന്റർവ്യൂ ജാൻചേട്ടൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഓണാവും, അല്ലെങ്കിൽ അത്ര കണ്ടന്റ് ഉണ്ട് എന്നുള്ള ലെവലിലോട്ടാണ് നിൽക്കുന്നത് ജാൻചേട്ടൻ. കണ്ടന്റ് ഒക്കെ തീരാറായാണ്. നമ്മള് ഇതിനോടൊപ്പം തന്നെ സിനിമയും വിജയിച്ചാലും മാത്രമേ നമുക്കൊക്കെ ഗ്രോത്ത് ഉള്ളൂ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ടെക്നീഷ്യന്മാർ, ക്രിയേറ്റേഴ്സ്. അപ്പം ഇത് സിനിമയാണല്ലോ ഇതിന്റെയൊക്കെ അടിസ്ഥാനം. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ ഈ പറഞ്ഞ നമ്മളൊക്കെ ഒരു ഒരു ഇതിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ കോഎക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സിനിമ ഇല്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല, ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല, നമ്മളില്ല.